വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു അധ്യാപകൻ വൈകുന്നേരം നഗരത്തിലെ ഉദ്യാനത്തിൽ ഇരിക്കുകയാണ്. ഒരു യുവാവ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ഗുഡ് ഈവനിങ് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, സാറിന് എന്നെ മനസ്സിലായോ? അധ്യാപകൻ പറഞ്ഞു, ഇല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, ഞാൻ താങ്കളുടെ വിദ്യാർത്ഥിയായിരുന്നു. അധ്യാപകൻ പുഞ്ചിരിച്ചു. പേരുവിവരങ്ങൾ ചോദിച്ചു. നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? യുവാവ് പറഞ്ഞു, ഞാനും അങ്ങയെപ്പോലെ അധ്യാപകനായി. അങ്ങയുടെ ഒരു പ്രവൃത്തിയാണ് എനിക്ക് അങ്ങയെപ്പോലെ അധ്യാപകനാകാൻ പ്രചോദനമായത്. അധ്യാപകന് കൗതുകമായി. അതെന്താ കാര്യം? എന്റെ എന്ത് പ്രവൃത്തിയാണ് നിനക്ക് പ്രചോദനമായത്? യുവാവ് പറഞ്ഞു, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടി മനോഹരമായ ഒരു വാച്ച് കെട്ടിക്കൊണ്ടുവന്നു. ഉച്ചയ്ക്ക് കളിക്കാൻ പോയപ്പോ അവനത് ബാഗിൽ വെച്ചു. ആരും കാണാതെ ഞാനത് മോഷ്ടിച്ച് പോക്കറ്റിലിട്ടു. ക്ലാസ് സമയത്ത് ആ കുട്ടി വാച്ച് നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. സാറിനോട് പറഞ്ഞു. സാർ എല്ലാവരോടും വട്ടത്തിൽ കണ്ണടച്ചു നിൽക്കാൻ പറഞ്ഞിട്ട് എല്ലാവരുടെയും പോക്കറ്റ് പരിശോധിച്ചു. എന്റെ പോക്കറ്റിൽ നിന്നും വാച്ച് എടുത്തിട്ടും അങ്ങ് പരിശോധന തുടർന്നു. എല്ലാവരെയും പരിശോധിച്ച് കഴിഞ്ഞ ശേഷം അങ്ങ് എല്ലാവരോടും കണ്ണു തുറക്കാൻ പറഞ്ഞു. വാച്ച് സാറിന്റെ കയ്യിലുണ്ടായിരുന്നു. സാർ വാച്ച് ഉടമസ്ഥന് നൽകിയിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ക്ലാസ് എടുത്തു. ഇന്നും ഓർമ്മിക്കുമ്പോൾ വല്ലാത്തൊരു തോന്നലാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ദിവസമായിരുന്നു അത്. ഞാൻ എന്നേക്കും ഒരു കള്ളനായി മാറാമായിരുന്ന ദിവസം. സാർ എന്റെ പേര് പറയാതിരുന്നതിനാൽ എനിക്ക് അപമാനമായില്ല. സാറിന് ഇപ്പോൾ എന്നെ മനസ്സിലായോ? യുവാവ് ചോദിച്ചു. അധ്യാപകൻ പറഞ്ഞു, ഇല്ല, ഇപ്പോഴും എനിക്ക് നിന്നെ മനസ്സിലായിട്ടില്ല. കാരണം അന്ന് പോക്കറ്റ് പരിശോധിച്ചപ്പോ ഞാൻ എന്റെ കണ്ണും അടച്ചു പിടിച്ചിരുന്നു. അധ്യാപകന്റെ മറുപടി കേട്ട് യുവാവ് വികാരാധീനനായി. അവർ ഏറെ നേരം ആ ഉദ്യാനത്തിൽ ഒരുമിച്ചിരുന്നു. ഭൂതകാലത്തിന്റെയും വർത്തമാനത്തിന്റെയും കഥകൾ പങ്കുവച്ചു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. ആ ശാന്തമായ നിമിഷത്തിനു മീതെ സ്വർണ്ണ നിറമുള്ള ഒരു തിളക്കം വീണു. ചില മനുഷ്യർ അങ്ങനെയാണ്. അപാരമായ സത്യസന്ധത കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും. ഒന്നും അവകാശപ്പെടാനില്ലാത്തതാണ് അവരുടെ പേര് രേഖപ്പെടുത്തി തുടങ്ങുന്നത്. എല്ലാ സ്ഥാനമാനങ്ങൾക്കും അപ്പുറം അവരെങ്ങനെ മനുഷ്യരുടെ ഹൃദയത്തിൽ ഉയർന്നു നിൽക്കും, അനശ്വരമായി.